കാണുന്ന എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ? അങ്ങനെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെ നിങ്ങളുടെ ജേർണി, അല്ലെങ്കിൽ നമ്മൾ പറയാം നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ ജേർണി ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മളിപ്പോൾ വിചാരിക്കും, ഇങ്ങനെയെങ്കിൽ ഈ +1 +2 ഒന്ന് കഴിഞ്ഞ് അല്ലേ, ഈ എൻട്രൻസ് എക്സാം എഴുതി MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറായി. ശരിയാണ്, നിങ്ങൾ ഡോക്ടറായി, നിങ്ങൾക്ക് MBBS ഒക്കെ കിട്ടി, നിങ്ങളുടെ പേരിന് മുമ്പിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വരും അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും പേരിന് മുമ്പിൽ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഡോക്ടർ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ അർച്ചന, കേൾക്കുമ്പോൾ ഒരു രസമല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണല്ലോ നമ്മളിനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. പക്ഷേ മിസ് പറയാൻ വന്നാൽ അതല്ല, നമ്മുടെ ഈ ഒരു ഡോക്ടേഴ്സ് ജേർണി ഈ ഒരു MBBS കഴിയുന്നതോടുകൂടി അവസാനിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഇപ്പം MBBS ഉള്ളവർ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ MBBS കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അല്ലേ? നമ്മൾക്ക് അത്രയും നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒത്തിരി നല്ല പേഷ്യൻസ് ഒക്കെ വരിക, നമ്മൾക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും, നമ്മൾ ആ സർവീസ് മൈൻഡോട് കൂടിയല്ലേ നിങ്ങളിവിടെ കയറുന്നത്. അപ്പോൾ ആ സർവീസ് നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മളൊരു നല്ല ഡോക്ടറാവണം അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾ എത്ര വർഷം പഠിച്ചാലാണ് നിങ്ങളൊരു നല്ല ഡോക്ടറാവുക? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ +1 +2 ജേർണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, നിങ്ങൾ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി നിങ്ങൾ MBBSന് അഡ്മിഷൻ എടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ MBBS എത്ര വർഷം ചെയ്യും? 5.5 വർഷം, 4.5 വർഷം അതിൻ്റെ അക്കാഡമിക് കോഴ്സും ആൻഡ് 1 വർഷം നിങ്ങൾ ഹൗസ് സർജൻസി നിങ്ങളുടെ സർവീസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ 5.5 വർഷം നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 5.5 വർഷം ഓൾറെഡി ആയി. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ ആവാം, നിങ്ങൾക്ക് ഒരു ക്ലിനിക്കൊക്കെ ഇട്ടിട്ട് നോക്കാനൊക്കെ തുടങ്ങാം, ഹോസ്പിറ്റലിലൊക്കെ സർവീസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആരും തന്നെ ഇവിടെ നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു PG കൂടെ കഴിയുമ്പോഴാണ് നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക അല്ലേ? അപ്പോൾ നമ്മൾ PGക്ക് വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞു, എന്നാൽ ഞാൻ PG ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആരും സീറ്റ് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ MBBSന് ചിലപ്പോൾ പലരും തന്നെ എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരു 2 വർഷത്തെ +1 +2 കഴിഞ്ഞാൽ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ MBBSന് കയറുന്നത്. ആ റിപ്പീറ്റ് ചെയ്യുന്ന വർഷം മിസ് ഇവിടെ കൗണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. റിപ്പീറ്റ് ചെയ്യുന്ന വർഷം കൂടി കൗണ്ട് ചെയ്യുമ്പം നിങ്ങളിപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു 2 വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനെടുത്ത സമയമാണെന്നുണ്ടെങ്കിൽ, എന്തിനു വേണ്ടിയിട്ട്? നീറ്റ് UGക്ക് വേണ്ടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനെടുത്ത സമയമാണെന്നുണ്ടെങ്കിൽ എത്ര വർഷമായി? അപ്പോൾ തന്നെ 7.5 വർഷമായി. അത് ഞാനിവിടെ കൗണ്ട് ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് +1 +2 കഴിഞ്ഞ് നേരിട്ട് നിങ്ങൾ എൻട്രൻസ് എഴുതി കിട്ടി, ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് PG ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ പറ്റില്ല. റിപ്പീറ്റ് ചെയ്യാതെ ഇത് ആർക്കും കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. ഒരു 100-ൽ ഒരു 5% ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും. മെജോറിറ്റി ആൾക്കാരും എന്താണ്, റിപ്പീറ്റ് ചെയ്ത് PG എടുത്തവരാണ്. കാരണം MBBSനെ കമ്പയർ ചെയ്യുമ്പം അതിലിപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ MBBSന് ഉള്ളതിൻ്റെ ഒരു വളരെ കുറച്ച് ശതമാനം സീറ്റ്സ് മാത്രമേ എവിടെയുള്ളൂ, PGക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ PGക്ക് ഞാനിവിടെ വെറുതെ ഞാനൊരു 1 ഇയർ കൊടുക്കുകയാണ്, റിപ്പീറ്റ് ചെയ്യാൻ ഞാനൊരു 1 ഇയർ കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് PGക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ 5.5 + 3 8.5 നിങ്ങൾ 1 വർഷമാണ് റിപ്പീറ്റ് ചെയ്തതെങ്കിൽ തന്നെ അവിടെ എത്ര വർഷമായി? 9.5 വർഷം. ഏകദേശം 10 വർഷം നിങ്ങൾ എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളൊരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് MD അല്ലെങ്കിൽ MS കിട്ടാൻ വേണ്ടിയിട്ട്, സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു 10 വർഷം അവിടെയായി. ഇനി അതുമല്ല, നിങ്ങൾക്കൊരു സ്പെഷ്യലിസ്റ്റ് ആവണം, ഒരു കാർഡിയോളജിസ്റ്റ് ആവണം, ഒരു ന്യൂറോളജിസ്റ്റ് ആവണം, ഒരു ന്യൂറോ സർജൻ ആവണം. അങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യണം. അങ്ങനെ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ഏകദേശം എത്രയാണ്? ഒരു 3 വർഷം. അപ്പം നമുക്കൊരു 13 വർഷം നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ 1 വർഷമാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് എങ്കിൽ ഒരു 13 വർഷം നമുക്കെടുക്കാം. അതല്ല, നിങ്ങൾ UGക്ക് വേണ്ടിയിട്ട് ഒരു 2 വർഷം റിപ്പീറ്റ് ചെയ്തു ആൻഡ് PGക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 2 വർഷം റിപ്പീറ്റ് ചെയ്തു എന്നാണെന്നുണ്ടെങ്കിൽ ഈ കഥ വീണ്ടും മാറും. ഓക്കെ, അതൊരു 15 വർഷം 16 വർഷത്തിലേക്ക് പോകും. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങളുടെ വർഷം നഷ്ടപ്പെട്ടത് കാണിക്കാനാണോ? ഇത് വർഷം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. നിങ്ങൾ ഒരു ബെറ്റർ ഡോക്ടർ ആവാനുള്ളൊരു ജേർണിയാണ്. നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? നമ്മൾ കുറച്ചുകൂടി നല്ല സ്കോർ ഉണ്ടാക്കിയാൽ നമുക്ക് എന്താണ്, കുറച്ചുകൂടി നല്ല കോളേജിൽ കിട്ടും. എയിംസിലോ നല്ല നമ്മുടെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലോ കിട്ടും. അവിടെ വന്ന് നിങ്ങൾ MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. 1 വർഷം 2 വർഷം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന ആ സമയം വരെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് തന്നെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ PG കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു നല്ല ഡോക്ടറായി. അപ്പോൾ ഇതൊക്കെ നഷ്ടമാണോ? ഒരിക്കലും അല്ല. നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുകയുള്ളൂ. പഠിച്ചുള്ള എക്സ്പീരിയൻസ് അല്ല. നമുക്കൊരു നല്ല സ്ഥലത്ത് നിങ്ങൾ PG ചെയ്താലും MBBS ചെയ്ത് കഴിഞ്ഞാലൊക്കെ അവിടെയുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും.
അത് കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യലൈസേഷനൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഡോക്ടേഴ്സൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉണ്ടാവും നിങ്ങളെയൊക്കെ കാണാനൊക്കെ വരാൻ. നിങ്ങൾ പേഴ്സണലി കാണാനല്ല, നിങ്ങൾ ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങളെ കാണാനൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് മെഡിസിൻ തന്നെയാണ് വേണ്ടത്, നിങ്ങൾക്ക് ഡോക്ടർ തന്നെയാണ് ആവണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ നഷ്ടമാണെന്ന് കരുതരുത്. നിങ്ങളുടെ ഒരു ബെറ്റർ ജേർണിയിലേക്കുള്ള ഒരു യാത്രയാണ്. ആ ഒരു യാത്ര ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനി ഒരു 10 വർഷം 13 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ആ ഓരോ ജേർണിയിലെയും ഓരോ സ്റ്റെപ്പ് നിങ്ങൾ എൻജോയ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ജേർണിയുടെ ആ ഒരു വർഷത്തെ ഒരു പാർട്ടാവാൻ നമ്മളുണ്ടാകും. നമ്മുടെ വേദ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. വേദ ബാച്ചിൽ നിങ്ങൾക്ക് +2 + നീറ്റ് ആണ് ഉണ്ടാവുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.